ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റേ ജോയിനർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പം എഡിൻബ്രയിലേക്ക് പോവുകയാണ്. ഷെങ്കൻ വിസ എടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഷെങ്കൻ വിസ എടുക്കുന്നത്. അപ്പം ഷെങ്കൻ വിസയുടെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ VFS ഓഫീസിൽ പോകുന്നത്, എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ, നമ്മൾ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ UK വരണേക്ക് മുമ്പായിരുന്നു VFS ഓഫീസിൽ പോയത് ദുബായിൽ. കുറച്ച് നെർവസാണ്, കുറച്ച് എക്സൈറ്റഡും ആണ്. എന്തായാലും എഡിൻബ്രയിൽ എത്തിയിട്ട് നോക്കാം. ഫുഡൊക്കെ കഴിച്ചൊന്ന് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ഞങ്ങൾ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം VFS ഓഫീസിൽ പോവുക, വിസ എടുക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനുള്ള പരിപാടിയാണ്. നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിച്ചത്: ലണ്ടൻ, മാഞ്ചസ്റ്ററും എഡിൻബറയും. നമ്മൾ ചൂസ് ചെയ്യുന്ന ഡേറ്റിൽ ഏത് പ്ലേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എവിടെയാണ് സ്ലോട്ട് വേക്കൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. നമ്മൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ ഹേർട്സിൽ നിന്നാണ് വണ്ടി എടുത്തത്. നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വളരെ തിരക്ക് കുറവുള്ള ഒരു ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടി. നമ്മളിതിന് മുമ്പ് എടുത്തതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണിച്ചപ്പോൾ കുറച്ച് റേറ്റ് കുറവിന്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊന്ന് നൈറ്റ് സ്റ്റേ ചെയ്തത്. രാവിലെ എനിക്കൊന്ന് ഫ്രഷ് ആയി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സബ്മിഷന് വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് അവർ തന്നിട്ടുള്ള ഒരു ടൈമിനേക്കാളൊക്കെ ചിലപ്പം ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ ആവാം ചിലപ്പം വിളിക്കുക. ഞങ്ങൾക്ക് 11 മണിക്കൊന്ന് പറഞ്ഞെങ്കിൽ കൂടി അന്നത്തെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിയാനായിട്ട് ഏകദേശം ഒരു 3-3:30 ആയി. എനിക്ക് VFS ഓഫീസിൽ പോയപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ഒട്ടും അലൗഡ് അല്ല. ഇൻ കേസ് നമ്മളങ്ങനെ എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ വരെ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇനിയിപ്പം ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവർക്കും കുറച്ച് കാര്യങ്ങൾ വളരെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി UK നിന്നാണെങ്കിലും വേറെ കൺട്രീസിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഷെങ്കന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പം വിസ എടുക്കാനായിട്ട് വന്നത് എഡിൻബ്രയിലാണ്. ഇപ്പോൾ UK അതല്ലാതെ മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ഒക്കെ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നവരുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ഡേ തന്നെയാണ് അപ്പോയിൻമെന്റ് ലക്ലി കിട്ടിയത്. ചിലർക്ക് ഡിഫറെന്റ് ഡേയിൽ കപ്പിൾസിന് കിട്ടുന്നവരുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അവർ ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. സോ അവരെ ഫസ്റ്റ് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ്, അതായത് ഫ്ലൈറ്റ് ബുക്കിംഗ്സും ഹോട്ടൽ ബുക്കിംഗ്സും എല്ലാം അവരെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡമ്മി ടിക്കറ്റ്സ് എടുത്തിട്ട് കാണിക്കാം. എന്നിട്ട് VFSന്റെ അപ്രൂവൽ വന്നതിന് ശേഷം നമുക്ക് ശരിക്കുള്ള ടിക്കറ്റ്സ് എടുത്താലും മതി. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിന്റെ വെബ്സൈറ്റ് അല്ലാതെ ഇതുപോലെയുള്ള ആപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റെസിപ്റ്റ് കാണിക്കണം. അത് അപ്പൊ നമുക്ക് അങ്ങനെ കാണിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വിസ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മൾ അത്രയും വിസ വരുന്നത് വരെ നമ്മളിങ്ങനെ ടെൻഷനായിട്ടിരിക്കണം. എന്തെങ്കിലും എക്സ്റ്റൻഡ് ഡേറ്റ് ആയിരിക്കില്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ റിജക്ഷൻ വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ചുരുക്കം പറയുവാണെങ്കിൽ നിങ്ങളിപ്പം എത്ര കൺട്രീസിലേക്ക് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ അത്രയും കൺട്രീസിലേക്കുള്ള ടിക്കറ്റ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഹോട്ടൽ ബുക്കിംഗ്സും പ്രോപ്പറായിട്ട് നിങ്ങൾ കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് അത്രയും എക്സ്റ്റൻഡ് ഡേറ്റിലേക്ക് നിങ്ങൾക്ക് വിസ കിട്ടുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് ആ കൺട്രീസിലേക്ക് പോകുന്നത്, ഫെറി ത്രൂ ആണോ അല്ലെങ്കിൽ ബസ്സാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കുന്നുണ്ടോ, ഈ ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അപ്പം നമുക്ക് സമാധാനമായിട്ടിരിക്കാം നമുക്ക് വിസ വരണത് വരെ. പിന്നെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കിനി കുറച്ചും കൂടി ആവേഴ്സ് ബാക്കിയുണ്ട്. 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം അതിന് മുമ്പ് നമ്മളൊന്ന് ഫുഡ് കഴിക്കാനൊക്കെ പോയി എന്തെങ്കിലും എഡിൻബ്രയിൽ കാണാനുണ്ടോ എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ബാക്കി എഡിൻബ്രയിലെ വിശേഷങ്ങൾ കാണാം. നമ്മളപ്പോൾ റോയൽ മൈലിലാണ്. കഴിഞ്ഞ തവണ നമ്മൾ സ്കോട്ട്ലൻഡിൽ വന്നപ്പം ലിറ്ററലി ഞാൻ വിചാരിച്ചു നമ്മൾ ഫസ്റ്റ് ടൈം വന്നുകൊണ്ടാണ് ഈ ഒരു ഭംഗി തോന്നിയെന്ന്. പിന്നെയും നമുക്ക് ആ ഒരു ബ്യൂട്ടി ഇങ്ങനെ തോന്നിക്കുകയാണ്. എഡിൻബ്രയുടെ കൺട്രി സൈഡൊക്കെ സിമിലർ ടു അയർലൻഡ് തന്നെയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറയാം. നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഫിൽഡ് ആയിട്ടുള്ള ഒരു വിസ ആപ്ലിക്കേഷൻ ഫോം വേണം, വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണേക്കൊരു 3 months എങ്കിലും മിനിമം ബിയോണ്ട് ദ സ്റ്റേ ആയിട്ടുള്ളൊരു പാസ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണം. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ 1000 pound നമ്മളൊരു ഡെപ്പോസിറ്റ് ആയിട്ട് കാണിക്കും. പിന്നെ നമുക്ക് എത്ര എക്സ്റ്റെൻഡഡ് ഡേയ്സ് വേണം എന്നുള്ളതിനനുസരിച്ച് നല്ലൊരു ഐറ്റിനറിനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡമ്മി ടിക്കറ്റ്സ് എല്ലാം എടുത്ത് പ്രോപ്പറായിട്ടുള്ള ഹോട്ടൽ ബുക്കിങ്സും എല്ലാം കാണിച്ചിട്ടുള്ളൊരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നല്ലൊരു കവർ ലെറ്റർ വേണം.
അപ്പോൾ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ അന്ന് നമ്മൾ VFS ഓഫീസിൽ ചെല്ലുന്നു. BLS ആണെങ്കിൽ അവിടെ നമ്മൾക്ക് എവിടെയാണോ അപ്പോയിൻമെൻറ്റ് അവിടെ നമ്മൾ ചെല്ലുന്നു. ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ബയോമെട്രിക് ഡേറ്റ അവരെടുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ അപ്പോയിൻമെൻറ്റിന് പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യണേക്കൊരു 2 ആഴ്ച മുമ്പെങ്കിലും നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 15 days ആണ് അവർ പറയുന്നത്. പിന്നെ UK ആർക്കൊക്കെ ഈ വിസ അപ്ലൈ ചെയ്യാമെന്നാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു ഗ്രാജുവേറ്റ് വിസയിലാണെങ്കിലും, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, നിങ്ങൾക്ക് ഒരു Tier 2 വിസ, അപ്പാർട്ട് ഫ്രം ടൂറിസ്റ്റ് വിസയാണ് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷെങ്കൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ BLS ആണോ VFS ആണോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വിസ ഫീസ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അപ്പോയിൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് £40, പിന്നെ വിസയുടെ ഫീ ഞങ്ങൾക്കൊരു 99. VFSന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ VFSുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ എഡിൻബറയിൽ പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് എൻജോയ് ചെയ്തു. ആ ഒരു ടെൻഷനും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഒന്ന് റിലീസാക്കാനായിട്ട് നമ്മൾ അടിപൊളി ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ ചിൽഡായിട്ട് തന്നെ ആ ഒരു ട്രിപ്പ് എൻഡ് ചെയ്തു. ജസ്റ്റ് 1 day നമ്മൾ എഡിൻബറയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും വളരെ മെമ്മറബിൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആഫ്റ്റർ ദ സബ്മിഷൻ. ആൻഡ് ദെൻ ഒരു 2 weeksൻ്റെ ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു ടു ഗെറ്റ് ദ വിസ. സോ ഇതാണ് നിങ്ങൾ പ്രൈമറിലി ചെക്ക് ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ്.